മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പ ദെൽ റേയിൽ നടന്നിട്ടുള്ള സെമി ഫൈനൽ ആദ്യ ലെഗിനെ കുറിച്ചാണ്. ഒരു ത്രില്ലർ മാച്ച് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ 4-4 സമനിലയിൽ പിരിയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ കളിയിലേക്ക് വരുമ്പോൾ കളി തുടങ്ങി ആദ്യത്തെ ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത്ലറ്റിക്കോ 2-0 മുമ്പിലെത്തുകയാണ്. ബാഴ്സക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. കളി തുടങ്ങിയോ, എവിടുന്നാണ് ഗോൾ വരുന്നത്, ഡിഫൻസ് ഒക്കെ പകച്ചു നിൽക്കുന്ന ആദ്യത്തെ ഒരു 6 മിനിറ്റാണ് നമ്മൾ കണ്ടത്. ആൽവരസിന്റെ പെർഫോമൻസ്, എന്റെ പൊന്നോ, പുള്ളിയുടെ ആദ്യ ഗോള് ഫാർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രോസ് ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി കൺവേർട്ട് ചെയ്തു. അങ്ങനെ 1-ാം മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് അത്ലറ്റിക്കോ വരികയാണ്. സെക്കൻഡ് ഗോളിൽ ശരിക്കും പറഞ്ഞാൽ കൂണ്ടയുടെ ഒരു മിസ് പാസ് ആണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. അത് ലെഫ്റ്റ് വിങ്ങിന്ന് ആൽവരസ് കൊടുത്തിട്ടുള്ള ഒരു പാസ് ഉണ്ട്. 2 ഡിഫൻഡർമാർ റൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഗ്രീസ്മാനിലേക്ക് പുള്ളി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ എത്തിച്ചു. ഗ്രീസ്മാനോട് ടച്ച് എടുത്തു, അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ 6-ാം മിനിറ്റ് ആകുമ്പോഴത്തേക്കും 2-0 ലീഡിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ സമയത്ത് ഫ്ലിക്കിന്റെ റിയാക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് കളിയാണ് കളിക്കുന്നത് എന്നുള്ള റിയാക്ഷനാണ് ഫ്ലിക്കിന്റെ സൈഡിൽ വന്നത്. പക്ഷേ അതോടുകൂടി കളി പെട്ടെന്ന് മാറി എന്ന് പറയേണ്ടി വരും. ഈ മിസ്റ്റേക്ക് കാണിച്ചിട്ടുള്ള കൂണ്ടെ തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. പുള്ളി റൈറ്റ് വിങ്ങിലൂടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള റണ്ണ് നടത്തുന്നു. ഒരു കട്ട് ബാക്ക് ചെയ്തുകൊണ്ട് ഒരു ബോള് മിഡ്ഫീൽഡിലേക്ക് ഇടുന്നു. പെഡ്രി ആ സമയത്ത് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് പെഡ്രിയുടെ സൈഡിൽ നിന്ന് വന്നു. അങ്ങനെ 2-1 ബാഴ്സലോണ പതുക്കെ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ നമ്മൾ കാണുന്നത് അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള 3-4 മിസ്റ്റേക്കുകളാണ്. മാൻ മാർക്കിംഗ് ഇല്ല, സെറ്റ് പീസ് നാളെ ട്രാക്ക് ചെയ്യുന്നില്ല, 1-on-1 മാർക്ക് ചെയ്തിട്ട് പോലും ഈസി ആയിട്ട് ഡിഫൻഡേഴ്സ് വന്നിട്ട് സ്കോർ ചെയ്യുന്നു. ഇവിടെ കുബാഴ്സിക്ക് ബാഴ്സക്ക് വേണ്ടി സ്കോർ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പുള്ളിയുടെ ഫാർ പോസ്റ്റിൽ വെച്ചിട്ട് ആൽവരസിന്റെ ഗോളിന് സമാനമായിട്ടുള്ള ഒരു ഹെഡർ. എനിക്ക് തോന്നുന്നു ഡിഫൻഡർ കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഒരു 1-on-1 മാനേജ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആണ്. പക്ഷേ ലീൻ ചെയ്തുകൊണ്ട് കുബാർസി അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ 21-ാം മിനിറ്റ് ആകുമ്പോഴത്തേക്കും 2-2 ബാഴ്സലോണ കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് കളി പതുക്കെ കയ്യിൽ നിന്ന് പോകുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ്. ഇവിടെ ഫെറാൻ ടോറസിന് കിട്ടിയിട്ടുള്ള 1-2 ചാൻസുകൾ, എന്റെ പൊന്നോ, പുള്ളി എങ്ങനെയാണ് ആ 2ാമത്തെ ചാൻസ് ഒക്കെ മിസ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഗോൾ കീപ്പറായിട്ട് ഒരു 1-on-1 ചാൻസ് കിട്ടി, അത് പുള്ളി കൺവേർട്ട് ചെയ്തില്ല. പിന്നെ ഒരു ഓപ്പൺ പോസ്റ്റിൽ ടാപ്പിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അതും പുള്ളി കൺവേർട്ട് ചെയ്തില്ല. അങ്ങനെ 2 കിടിലൻ ചാൻസുകൾ ബാഴ്സ മിസ് ചെയ്തു. അല്ലെങ്കിൽ ഒരു 4 ഗോളിലേക്കൊക്കെ ഈസി ആയിട്ട് വരേണ്ട ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫ് തന്നെ ബാഴ്സക്ക് ഉണ്ടായിരുന്നു. അധികം വൈകാതെ ബാഴ്സ മറ്റൊരു ചാൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. മിഡ്ഫീൽഡിൽ നിന്ന് മാർട്ടിനസിന് കിട്ടിയിട്ടുള്ള ഒരു ഹെഡറാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പുള്ളിയെ മാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഫ്രീ ഹെഡറാണ് മാർട്ടിനസിന് കിട്ടിയത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 2 ഗോളിന് പിറകിൽ നിന്ന ബാഴ്സ 3-2 കളിയിലേക്ക് തിരിച്ചു വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബ്രില്യൻ ഫസ്റ്റ് ഹാഫ്. 1-2 ഹാഫ് ചാൻസുകൾ അത്ലറ്റിക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങി 2 ടീമുകൾക്കും ഹാഫ് ചാൻസ് ഒക്കെ കിട്ടി, പക്ഷേ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. യമാലിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 1-2 മൂവ്സ് റൈറ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നു. പുള്ളി നട്ട്ബാക്ക് ചെയ്തിട്ട് 1-2 പ്രാവശ്യം മുമ്പോട്ട് പോയി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ലെവൻഡോസ്കി വന്നു. ലെവൻഡോസ്കി കൊടുത്തിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അവിടെയും യമാലിന്റെ എഫേർട്ട് എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ട്രിപ്പിൾ ചെയ്ത് മുമ്പോട്ട് പോയി ഒരു സ്ക്വയർ പാസ് പോസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നു. അവിടെ ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലെവൻഡോസ്കി അത് ടാപ്പിൻ ചെയ്തുകൊണ്ട് ഗോൾ നില ശരിക്കും പറഞ്ഞ 4-2 എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു കളി കഴിഞ്ഞു, അത്ലറ്റിക്കോക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല. സിമിയോണിയൊക്കെ ഒരുപാട് പ്രാവശ്യം ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കളി കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ബാഴ്സയുടെ ഡിഫൻസ് ചില മൊമെന്റിലേക്ക് സ്വിച്ച് ഓഫ് ആയത് നമ്മൾ കണ്ടത്. ഓവർ കോൺഫിഡൻസ് ആണോ അല്ലെങ്കിൽ ട്രാക്ക് ബാക്ക് ചെയ്യാത്തതാണോ, ഒരുപാട് മിസ്റ്റേക്കുകൾ ലോങ് ബോൾ ആയാലും അല്ലെങ്കിൽ പോസ്റ്റിനകത്ത് വെച്ചിട്ടും കാണിക്കാൻ തുടങ്ങിയ ഒരു ബാഴ്സ ടീമിനെ നമുക്ക് കണ്ടു എന്ന് പറയേണ്ടി വരും. 84-ാമത്തെ മിനിറ്റിൽ ശരിക്കും പറഞ്ഞാൽ കുറേക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, പുള്ളി ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി ഒരു പാസ് ബോക്സിന്റെ എഡ്ജിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോറൻറ്റെ ഓപ്പൺ ആയിട്ട് കയറി വരുന്നു.
പുള്ളി ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ബാഴ്സയുടെ ഡിഫൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്, വല്ല നാടകമൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. പുള്ളി ഈസി ആയിട്ട് വന്നിട്ട് ഓപ്പൺ പോസ്റ്റിലേക്ക് അടിക്കുന്നു. ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് 4-3 എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും ബാഴ്സക്ക് ചാൻസ് ഉണ്ട്, ഈ സ്കോർ നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബാഴ്സ വീണ്ടും എന്താ പറയുന്നത്, ഹൈലാൻഡ് കളിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ അത്ലറ്റിക്കോ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ സോർലോത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇന്നും നല്ല രീതിയിൽ തന്നെ അത് ഇമ്പാക്റ്റ് ആയി എന്ന് പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു ലോങ് ബോൾ അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് വരികയാണ്. ലിനോ ഈ ബോളുമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്നു. പുള്ളി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പാസ് ബോക്സിലേക്ക് ഇടുകയാണ്. ആ റണ്ണ് വളരെ വളരെ കൃത്യമായിരുന്നു. സോർലോത്ത് ഈ ബോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പോസ്റ്റിനകത്ത് നിൽക്കുന്നുണ്ട്. പുള്ളി ഒരു ഷോട്ട് എടുക്കുന്നു, ഗോൾ കീപ്പർ തടയാൻ നോക്കി, പക്ഷെ ഡിഫ്ലക്റ്റ് ആയിട്ട് ആ ബോൾ പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഇഞ്ചുറി ടൈമിൽ 4-4 അത്ലറ്റിക്കോ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ കളി ജയിക്കേണ്ട ഈസി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ബാഴ്സക്ക് ഉണ്ടായിരുന്നു. അവസാനം ഈ ഡിഫൻസീവ് മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതും ബാഴ്സക്ക് വിനയായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നിങ്ങൾ ഈ മത്സരം കണ്ടിട്ടില്ലെങ്കിൽ ഹൈലൈറ്റ് പോയി കാണുക. ബ്രില്യൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. ഞാൻ കുറച്ചു കാലത്തിന് ശേഷം എന്താ പറയുന്നത്, ഒരു 8 ഗോൾ ത്രില്ലറൊക്കെ 2 സൈഡിൽ നിന്ന് ഒരുപോലുള്ള ഗോൾസ് ഒക്കെ വരുന്നത് കണ്ടു എന്ന് പറയേണ്ടി വരും. എന്തായാലും സെക്കൻഡ് ലെഗിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കോപ്പ ദെൽ റേ ഫൈനലിലേക്ക് ഏത് ടീം എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.